പാണ്ഡവപുത്രന്മാർ. പഞ്ചപാണ്ഡവരുടെ പുത്രന്മാരെ പരിചയപ്പെടാം. ദ്രൗപദിയിൽ നിന്നും 5 പേർക്കും 5 പുത്രന്മാരുണ്ട്. അവരെയാണ് നാം ഉപപാണ്ഡവർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരെ കൂടാതെ പാണ്ഡവർക്ക് മറ്റു സന്താനങ്ങളുമുണ്ട്. അവർ ആരാണെന്ന് പരിചയപ്പെടാം. യുധിഷ്ഠിരന്റെ പുത്രന്മാർ. ദ്രൗപദിയിൽ നിന്നും യുധിഷ്ഠിരന് പ്രതിവിന്ധ്യൻ എന്നൊരു പുത്രനുണ്ട്. ദേവികയിൽ നിന്നും യൗധയൻ എന്നൊരു പുത്രനുമുണ്ട്. ഭീമന്റെ പുത്രന്മാർ. ഹിഡിംബിയിൽ നിന്നും ഭീമന് ഗഡോൽഗജൻ എന്ന പേരുള്ള ഒരു പുത്രനുണ്ട്. ദ്രൗപദിയിൽ നിന്നും സുതസോമൻ എന്നൊരു പുത്രനും ബലന്ധരയിൽ നിന്നും സർവകൻ എന്ന പുത്രനും ഭീമനുണ്ട്. അർജുനന്റെ പുത്രന്മാർ. ദ്രൗപദിയിൽ നിന്നും ശ്രുതകർമ്മൻ എന്ന പുത്രനും ഉലൂബിയിൽ നിന്നും ഇരവാൻ എന്ന പുത്രനും ചിത്രാംഗതയിൽ നിന്നും ബബ്രുവാഹൻ എന്ന പുത്രനും സുഭദ്രയിൽ നിന്നും അഭിമന്യു എന്ന പുത്രനും അർജുനനുണ്ട്. നകുലന്റെ പുത്രന്മാർ. ദ്രൗപദിയിൽ നിന്നും നകുലന് ശതാനികൻ എന്ന ഒരു പുത്രനുണ്ട്. കരേണുമതിയിൽ നിന്നും നരമിത്രൻ എന്നൊരു പുത്രനുമുണ്ട്. സഹദേവന്റെ പുത്രന്മാർ. ദ്രൗപദിയിൽ നിന്നും സഹദേവന് ശ്രുതസേനൻ എന്നൊരു പുത്രനുണ്ട്. വിജയിൽ നിന്നും സുഹോത്രൻ എന്ന പുത്രനുമുണ്ട്.